മാഷേ, കോൺഗ്രസ് പിന്തുണച്ചാലും ഇല്ലെങ്കിലും പാലക്കാട്ട് തന്നെ ഞാൻ മത്സരിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വല്ലതും നടക്കും? കോൺഗ്രസ് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വിദൂര ഭാവിയിൽ പോലും സാധ്യതയില്ല. കാരണം ആരോപണങ്ങളുടെ ശരിതെറ്റുകൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും നേരിടുന്ന ആരോപണങ്ങൾ വളരെ ഗൗരവ സ്വഭാവം ഉള്ളതാണ് എന്ന് എതിരാളികൾക്ക് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ്. കാരണം മൂന്നും ബലാത്സംഗ കുറ്റങ്ങളാണ്. ആ കേസുകൾ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. ഇപ്പോൾ ഈ കേസിനകത്തിൽ മെറിറ്റ് വൈസ് നോക്കുമ്പോൾ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ അതിൻ്റെ ശരിതെറ്റുകളെ പറ്റി നമ്മൾ നോക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയെ നോക്കുമ്പോൾ മെറിറ്റില്ലാത്ത കേസുകളാണ്. കാരണം ഇതിനകത്തിലെല്ലാം വിവാഹിതരായ സ്ത്രീകളും ഇയാളുമായിട്ട് അങ്ങോട്ട് പോയി പ്രണയം നടിച്ച് ഇയാളെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി അത്തരത്തിലുള്ള മെറിറ്റ് വൈസ് നോക്കുമ്പോൾ ഈ സ്ത്രീകൾക്കൊന്നും ഒരു തരത്തിലുള്ള ഈ പരാതിപ്പെടാനുള്ള അർഹതയുണ്ട് എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഈ കേസിനെ കാണുമ്പം. മറിച്ച് ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ, അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പക്ഷെ അയാൾ ചില മാതൃകാപരമായ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. ഒരിക്കലും ഇതുപോലുള്ള ട്രാപ്പുകൾ പോയി വീഴാൻ പാടില്ല. അപ്പോൾ ഈ കേസിൽ തന്നെ രണ്ട് വശമുണ്ട്. ഒന്ന്, ഇതിനകത്തിൽ ഈ സ്ത്രീകളുടെ പരാതികളുടെ ജെനുവിനിറ്റി ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകൾ മാതൃകാപരമായി മുന്നോട്ട് പോകേണ്ട ആളാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇയാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത കോൺഗ്രസ് പോലുള്ള, പ്രത്യേകിച്ച് VD സതീശനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തുള്ളപ്പോൾ ഒരിക്കലും അതിനുള്ള വിദൂര സാധ്യത പോലുമില്ല. പിന്നെ മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, ഇത്തരം വിഷയമായതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അതിലേക്കൊരു സാഹസം കാണിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുള്ളത് ഈ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ആവശ്യം മുറവിളി കൂട്ടുന്ന രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ ആ ശ്രേണിയിൽപ്പെട്ട കുറച്ച് പേരുണ്ടല്ലോ, പ്രമുഖരായ കുറച്ച് പേരുണ്ട്. അവർ മൈനോറിറ്റിയാണെന്നോ അവരെല്ലാം കുറച്ച് പേര് മാത്രമാണെന്നോ ഒരിക്കലും നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ട്. കാരണം സ്ത്രീകൾ അത്രമാത്രം ഈ നിയമത്തെ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള ജെനുവിൻ അല്ലാത്ത സ്ത്രീകൾ ഇത്തരത്തിലുള്ള പരാതികളുമായി വരുന്നത് കൊണ്ടും മാത്രമാണ് ഈ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ നമ്മൾ പോലും ചർച്ച ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് ചർച്ച ചെയ്യപ്പെടത്തേയില്ല. അതിന് പ്രസക്തി ഉണ്ടോ? പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെൻസ് കമ്മീഷന് എന്ന് പറയുന്ന ഒരിക്കലും നടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു സർക്കാരിന് നടത്തി കൊടുക്കാൻ പറ്റാത്ത ആവശ്യമാണെന്ന് ഒരു വശത്ത് നിൽക്കുമ്പോഴും അവർ പറയുന്ന ചില കാര്യങ്ങൾ പ്രസക്തമാണ്. ഇപ്പം ബസ്സിലെ ഒരു ദൃശ്യം പ്രസിദ്ധീകരിച്ചതും, അല്ലെങ്കിൽ ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട, കേരളത്തിൽ കഴിഞ്ഞ 2, 3, 4 വർഷക്കാലമായി കേരളത്തിൽ വരുന്ന റേപ്പ് വിക്ടിംസ് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരാണ് കേരളത്തിലെ റേപ്പ് വിക്ടിംസായിട്ട് വരുന്നതെല്ലാം വിവാഹിതരായ സ്ത്രീകളാണ്. അല്ലാതെ കോളേജിലെ വിദ്യാർത്ഥിനികളല്ല, അല്ലെങ്കിൽ വിവാഹപ്രായമായി നിൽക്കുന്ന, വിവാഹത്തിന് വേണ്ടി അത്തരത്തിലുള്ള യുവതികളോ അത്തരത്തിലുള്ള പെൺകുട്ടികളോ അല്ല ഇത്തരത്തിലുള്ള പരാതികളുമായി വരുന്നതെല്ലാം കുടുംബജീവിതം നയിക്കുന്ന, ഭർത്താവിനോടൊപ്പം കഴിയുന്ന വീട്ടുകാർ, നമ്മുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ നിറപറയും നിലവിളക്കും ഒക്കെ വെച്ച്, അല്ലെങ്കിൽ ഒരു വിശുദ്ധ ദേവാലയത്തിൽ വെച്ച് വിവാഹം, അത് പള്ളിയായിക്കോട്ടെ അമ്പലമായിക്കോട്ടെ, അവിടെ വെച്ച് വിവാഹം നടത്തി കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത്, സ്ത്രീധനം കൊടുത്ത്, അല്ലെങ്കിൽ എല്ലാവിധമായ ലക്ഷറിയും കൊടുത്ത് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി കല്യാണം കഴിപ്പിച്ചിട്ടുള്ള പെണ്ണുങ്ങളാണ് ഇത്തരത്തിൽ പറയുന്നത്. ഞാൻ ഇന്നാർക്കൊരു മിസ് കോൾ അടിച്ചപ്പോൾ അയാൾ എന്നെ രാത്രിയിൽ തിരിച്ചു വിളിച്ചു, ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു, പിന്നെ വീണ്ടും അയാൾ വിളിച്ചു, അത് കഴിഞ്ഞ് എന്നെ ഹോട്ടൽ മുറിയിലോട്ട് വിളിച്ചു, ഞാൻ ഹോട്ടൽ മുറിയിൽ പോയി, ഹോട്ടൽ മുറിയിൽ വെച്ച് എന്നെ പെട്ടെന്ന് കടന്ന് പിടിച്ചു, ബലാത്സംഗം ചെയ്തതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം അയാൾക്കൊരു ചെരുപ്പ് മേടിച്ചു കൊടുത്തു, ഞാൻ പിറ്റേ ദിവസം അയാൾക്കൊരു കാർ മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലാറ്റ് മേടിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു. ഇതാരാ പറയുന്നത്? നമ്മുടെ മലയാളികളുടെ ലോജിക്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം
ഒരു ഭർത്താവിനോടൊപ്പം കഴിയുന്ന ഒരു എന്നാൽ പിന്നെ ഈ കല്യാണം എന്ന് പറയുന്ന ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തെ തന്നെ നമ്മൾ പൂർണ്ണമായും പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരാളോടൊപ്പം വാസ്തവത്തിൽ ആ പത്തനംതിട്ടക്കാരി തന്നെയായ ശ്രീനുദേവി കുഞ്ഞമ്മ പറഞ്ഞത് വാസ്തവമല്ലേ? അവർ പറഞ്ഞു ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു. ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെയുള്ള പല സ്ത്രീകളും പറയുന്നുണ്ട്. പക്ഷെ ശ്രീനാദേവി ഇത് പറഞ്ഞപ്പോൾ ശ്രീനാദേവിക്ക് പറയാനുള്ള ആർജവം ഉള്ളത് കൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ശ്രീനാദേവിയുടെ അതേ അഭിപ്രായം പറയുന്ന എത്രയോ വനിതകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സഹോദരിമാരുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്, നമ്മുടെ ബന്ധത്തിലുണ്ട്, നമ്മുടെ കാഴ്ചയിലുണ്ട്, നമ്മുടെ കൺമുമ്പിലുണ്ട്. അതൊരു യഥാർത്ഥമായൊരു അഭിപ്രായമാണ്. കാരണം ഇത്തരത്തിലുള്ള സ്ത്രീകൾ യാതൊരു മെറിട്ടുമില്ലാത്ത പരാതികളുമായി ഇത്തരത്തിലുള്ള സ്ത്രീകൾ രംഗത്ത് വരുമ്പോഴാണ് ഈ മെറിറ്റിൽ പോകുന്ന സ്ത്രീകളുടെ പോലും ജെന്യുവിനിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മെറിറ്റിൽ പോകുന്ന സ്ത്രീകളുടെ ജെന്യുവിനിറ്റി ഇപ്പം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇതിലേതാണ് ജെന്യുവിൻ, ഏതാണ് ഫോൾസ് എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും സാധിക്കുന്നില്ല. പക്ഷെ നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലോ ഒക്കെ നമുക്ക് കാണുമ്പോൾ, ഒരു പരാതി കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. പക്ഷെ നമ്മൾ പുറമേ ഇത് പറയുമോ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറയുമോ ഈ പരാതി ജെന്യുവിനല്ല എന്ന് പറയുമോ? പറയാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കമൻറ്റിൽ ഒരു പത്രസമ്മേളനത്തിൽ പറയുമ്പോൾ ഇതിപ്പോൾ ജെന്യുവിനല്ല എന്ന് പറയാൻ പറ്റും. അയാളുടെ മനസ്സിൽ കാണും, പക്ഷേ അയാളുടെ മനസ്സിൽ കിടക്കുന്ന അഭിപ്രായം അയാൾ പുറത്തു പറയത്തില്ല. അവിടെയാണ് നമ്മൾ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ആവശ്യം, ഡിമാൻഡിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഒരു സംഭവം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാഷ്ട്രീയ പാർട്ടികൾ സ്പോൺസർ ചെയ്യാനോ സ്ഥാനാർത്ഥിയാക്കുവാനോ തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും, മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മെൻസ് കമ്മീഷന് വേണ്ടി ഇപ്പം മുറവിളി കൂട്ടുന്ന ആളുകൾ, നേതാക്കന്മാർ, അവരെല്ലാം കൂടി സ്ഥാനാർത്ഥിയാക്കുകയും അയാൾ അവിടുന്ന് കുറച്ചേറെ വോട്ടുകൾ സമാഹരിക്കുകയും ജയിക്കുമെന്നോ അല്ലെങ്കിൽ അയാൾക്ക് അവിടെ ഒരു വലിയ ജനകീയമായ ഒരു പിന്തുണ കിട്ടുമെന്നോ പറയുന്നില്ലെങ്കിൽ പോലും അയാൾക്ക് സ്വാഭാവികമായിട്ട് അയാൾക്ക് പിന്തുണ കിട്ടും. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യം ഇതായതുകൊണ്ട് നമ്മൾ അവിടെ മറുവശത്തൊരു കാര്യം കൂടെ കാണിക്കണം. മറുവശത്തൊരു കാര്യം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയയും ഈ ദൃശ്യമാധ്യമങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ് വന്നത് ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മളിപ്പോഴും സജീവമായി നിൽക്കുന്നത്. പ്രൊഫസർ, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പം നമ്മൾ തന്നെ കാണാറുണ്ട് ഒരുപാട് സ്ത്രീകൾ, സുന്ദരികളായ സ്ത്രീകളുടെ ഫോട്ടോ അവർ തന്നെയാണോ ജെന്യുവിനാണോ എന്ന് അറിയില്ല, നമ്മളെ ക്ഷണിക്കാറുണ്ട്. പ്രായം പ്രശ്നമല്ലെന്ന് പറഞ്ഞ് ക്ഷണിക്കാറുണ്ട്. എല്ലാ ആളുകൾക്കും, അതായത് പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും എല്ലാം ഇത് അനുഭവങ്ങൾ ഉണ്ടായി കാണും. അങ്ങനെ ക്ഷണിക്കുന്ന സൈബർ ഇടങ്ങൾ ധാരാളമായുണ്ട്. ചതിക്കുഴികളാണോ എന്നറിയില്ല. പക്ഷേ സൈബർ അവിടെ ഒരു കാര്യമുണ്ട്. അവിടെ സാധാരണക്കാരൻ്റെ കൂട്ടല്ല. അവിടെ ഒരു MLA-യോ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് പോലും, ഒരു പ്രാദേശികമായ രാഷ്ട്രീയ നേതാവ് പോലും ഇത്തരം ചതിക്കുഴികളിൽ ഒരിക്കലും പോയി വീഴാൻ പാടില്ല. അതിലൊക്കെയുള്ള ജാഗ്രത കാണിക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ മറുവശമുണ്ട്. ഈ ചാനലുകളും ഈ സോഷ്യൽ മീഡിയ സജീവമാകുന്നതിന് മുമ്പാണ് പത്തനംതിട്ട ജില്ലയിൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലക്കാരനായിട്ട് ഞാൻ പറയുകയാണ്, പത്തനംതിട്ട ജില്ലയിൽ തന്നെ പ്രൊഫസർ PJ കുര്യൻ സാർ സൂര്യനെല്ലി കേസിൽ പ്രതിയാവുന്ന സമയത്ത്, ആ സൂര്യനെല്ലി കേസിൽ പ്രതിയാവുന്നത് വരെ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവായിരുന്ന അല്ലെങ്കിൽ ഒരു MP മാത്രമായിരുന്ന അദ്ദേഹത്തെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉയർച്ച മുഴുവൻ ഈ സൂര്യനെല്ലി കേസിന് ശേഷമാണ്. പക്ഷെ ആ കാലഘട്ടമല്ല ഈ കാലഘട്ടം എന്ന് പറയുമ്പോഴും. അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തുള്ള എത്രയോ നേതാക്കന്മാർ, പ്രമുഖരായ എത്രയോ നേതാക്കന്മാർ, അതിനകത്ത് പക്ഷമൊന്നുമില്ല. ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഒന്നുമില്ല. അവരൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട്. പക്ഷേ ഇത് തുടർച്ചയായ പരാതികൾ വരികയും ആ പരാതികൾ പോലീസ് വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി ഇയാളെ പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി രംഗത്ത് വരികയും. ഞാൻ പറഞ്ഞത് അതല്ല, ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ പുരുഷന്മാർ വീഡിയോ റെക്കോർഡ് ചെയ്ത് അതൊരു ഭീഷണി വസ്തുവായിട്ട് ഉപയോഗിക്കുന്നു. അതേസമയം സ്ത്രീകൾ അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ, സ്ത്രീ പീഡനത്തിനെതിരെയുള്ള നിയമങ്ങൾ പലപ്പോഴും ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, ഒരു ഭീഷണിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാരെ മരിക്കുന്നു. ഇതാണ് ഇപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ആ തരത്തിലുള്ള ഭീഷണികൾ രണ്ടു വശത്തും ഉണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ കേസിൽ കൊടുക്കും എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കേസുകൾ കോടതി തന്നെ ശാസിച്ചിട്ടുണ്ട് സ്ത്രീകളെ. അത്തരം ധാരാളം കേസുകൾ ഉള്ള ഒരു സമയത്ത് ഈ മെൻസ് കമ്മീഷൻ അല്ലെങ്കിലും പുരുഷന്മാർക്ക് നീതി
തുല്യനീതി കിട്ടുക എന്നുള്ള ഒരു ആവശ്യമല്ലേ? അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഈ മെൻസ് കമ്മീഷനെ പറ്റിയുള്ള ചർച്ചകൾക്ക് വലിയ പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കരുതുക, പണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തായിരുന്നു? ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇലയെ വീണാലും ഇലയാണെന്ന് പറയുന്നത്. നമ്മളതിപ്പോ തിരിച്ചങ്ങ് ചിന്തിച്ചേക്കുക, ഇത് മുള്ളാണ് കരുതേണ്ടത്, അതുകൊണ്ട് നമ്മൾ കരുതുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ നേതാക്കന്മാരും കരുതണം, അത് പിന്നെ ജനപ്രതിനിധികളും കരുതണം, എല്ലാ സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽപ്പെട്ട നാനാതുറകളിൽപ്പെട്ട പുരുഷന്മാരും കരുതുക എന്നുള്ളതല്ലാതെ ഈ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമായി അത് നടപ്പിൽ വരുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നിയമനിർമ്മാണത്തിൽ കൂടി സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്, അത് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാനൊന്നും നമുക്ക് പറ്റുകയില്ല. പിന്നെ കാലക്രമത്തിൽ ഇത്തരത്തിലുള്ള നിയമങ്ങളെ ദുർവിനിയോഗം ചെയ്ത് അമിതമായി ഇത് ദുർവിനിയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് കോടതികളിൽ നിന്നും അല്ലെങ്കിൽ ഒക്കെ തന്നെ ഇതിന് തിരിച്ചടി നേരിടുകയും ചെയ്യുന്നതല്ലാതെ മറ്റൊരു പോംവഴി ഇതിനകത്തിലില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ പാലക്കാട് ഈ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാനാർത്ഥിയാവുകയും ഒരുപക്ഷെ അയാൾക്ക് അവിടുന്ന് അപാരവൃദ്ധ ജനങ്ങളുടെയും വോട്ടുകൾ, കാരണം ഒരുപക്ഷെ ലോക ശ്രദ്ധ തന്നെ നേടുകയും ചെയ്തേക്കാം. അത് വിദൂരമൊന്നുമല്ല.